ഈ ഒരു കാസിലിൻ്റെ കവാടത്തിലെത്തിയിട്ടോ. പണ്ട് കാലത്ത് നമ്മൾ ബൈബിളിലൊക്കെ കേട്ടണ പോലത്തെ ഒരു ഓൾഡ് മെഡീവൽ ടൗൺ. പിന്നെ നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി വന്നപ്പോൾ നമുക്ക് ഈ ഒരു താഴെയുള്ള ആ ഒരു കൂളമ്പാഗ് നഗരം മൊത്തം കാണാൻ പറ്റും കേട്ടോ. പട്ടാളക്കാർക്ക് നിന്ന് നോക്കാവുന്നതും മണിയടിക്കാവുന്ന ആ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടോ അതിൻ്റെ മുകളിലത്ത്. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഉണ്ടാണ് ആ ഒരു ആംബിയൻസ് ആണ്. ഷാലു പണ്ട് കാലത്തെ പീരങ്കി സെറ്റപ്പാ. അതും ക്യാൻ പോകുന്നതും മറ്റേ ബോട്ടിൽ പോകുന്നതൊക്കെ റൺ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു എല്ലാവർക്കും മലബാറി ആൽപ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ കൂളമ്പാഹിലെ ആ ഒരു വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. നമ്മൾ അവിടുന്ന് മുകളിലേക്ക് കയറി ഒരു കാസിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ടൊരു യൂണിവേഴ്സിറ്റിയും അവിടുന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഓൾഡ് ആർക്കിടെക്ചറിലൊരു ബിൽഡിങ്ങൊക്കെ വഴി നമ്മൾ പയ്യെ അവിടേക്കൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം മുകളിലേക്ക് കയറാണ് കേട്ടോ. അവിടെ മനോഹരമായിട്ടുള്ളൊരു കാസിലുണ്ട്, റാസൻബുർഗ് കാസിൽ. സോ അത് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. സോ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. മരത്തിൻ്റെ വാതിലാ എൻ്റെ പൊന്നെ. അതിൻ്റെ ഒരു കവാടത്തിൽ ആ ഒരു കോട്ട വാതിൽ കണ്ടോ. ഇത്രയും സ്ട്രോങ് ആയിട്ടാണ് അന്നത്തെ കാലത്ത് ഇതൊക്കെ പണിതിരിക്കുന്നത്. പിന്നെ നമ്മൾ നടന്ന് ഈ ഒരു കാസിലിൻ്റെ കവാടത്തിലെത്തിയിട്ടോ. പണ്ട് കാലത്ത് നമ്മൾ ബൈബിളിലൊക്കെ കേട്ടണ പോലത്തെ ഒരു ഓൾഡ് മെഡീവൽ ടൗൺ. കൽപ്പാതകളും വഴികളും ഈ ഒരു കല്ലുകൊണ്ടുള്ള ഈ ഒരു ചുമരമൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പഴയ സ്ഥലത്തേക്ക് എത്തി. എന്തോ ഒരു കഥകളൊക്കെ വായിച്ചു കേട്ടിട്ടുള്ള സ്ഥലങ്ങളിലെ ഇംഗ്ലീഷ് നോവലുകളിലൊക്കെ ഉണ്ടാണ് പോലത്തെ ഒരു സ്ഥലം. പിന്നെ മുകളിലാണ് അവിടെ നെയിം ബോർഡുണ്ട്, പ്ലാസൻബുർഗ് എന്ന് പറഞ്ഞിട്ട്. എന്താ 550 മീറ്റർ ഇതിൻ്റെ മുകളിലേക്ക് കയറണം. നമുക്ക് ഇങ്ങോട്ട് മുകളിലേക്ക് കയറണം. അപ്പോൾ ഇതുമല്ല കാസിൽ, ഇവിടുന്ന് പിന്നെയുണ്ട് 550 മീറ്റർ മുകളിലേക്ക് നടക്കണം. അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ ഒരു മുകളിലേക്ക് എത്തിയിട്ടോ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു കൂളമ്പാഗ് നഗരം ഫുള്ള് നമുക്കിവിടുന്ന് കാണാൻ പറ്റും. ടാറിട്ട ഈ ഒരു റോഡ്, പിന്നെ സൈഡിലായിട്ട് ഇതിൻ്റെ മുകളിലാണ് ഈ ഒരു കാസിൽ, ആ ഒരു മലയുടെ മുകളിൽ. നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറി വന്നപ്പോൾ നമുക്ക് ഈ ഒരു താഴെയുള്ള ആ ഒരു കൂളമ്പാഗ് നഗരം മൊത്തം കാണാൻ പറ്റും കേട്ടോ. ജർമ്മനിയിൽ ഈ ഒരു സൈഡിലൊക്കെ ഇതേപോലെ ചെറിയ ചെറിയൊരു കുന്നിൻ ചെരുവുകളും അതിൻ്റെ താഴെ ഇങ്ങനെയുള്ള നല്ല മനോഹരമായിട്ടുള്ള വില്ലേജുകൾ, താഴെ ഒരു പുഴ, ഒരു പള്ളി, ആ ഒരു രീതിയിലാണ് ഓൾമോസ്റ്റ് എല്ലാ ഒരു ബവേറിയൻ ആർക്കിടെക്ചറൊക്കെ തന്നെ. മഞ്ഞ് ടൈം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു -1, -2 രാത്രിയിൽ ഇവിടെയൊക്കെ മഞ്ഞ് വീഴും. നല്ല ഈ ഒരു ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടെ മോഡേൺ ആയിട്ടുള്ളതും അതിൻ്റെ അപ്പുറത്തെ സൈഡുകളിൽ കംപ്ലീറ്റ് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറിലുള്ളൊരു ഹൗസ് ബിൽഡിംഗ് ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ മുകളിലത്തെ ഈ ഒരു മൗണ്ടെയിൻസ്, ഈ ഒരു ചെറിയ കുന്നിൻ ചെരുവുകൾ നമ്മുടെ നാട്ടിലെ കുന്നുകൾ പോലെയൊന്നുമല്ല. ഇവിടെ ഒന്നും ജീവികളോ വേറെ ഒന്നുമില്ല. ചെറിയ ജീവികളോ അല്ലെങ്കിൽ വല്ല മുയലോ അങ്ങനത്തെ വല്ല ജീവികൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ആനയോ അത് കാട്ടുപോത്ത് ഈ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. സോ ഇതൊക്കെയാണ് ഈ ഒരു ബവേറിയൻ നഗരമായിട്ടുള്ള കൂളമ്പാഹിലെ കാഴ്ചകൾ. നമുക്ക് ഇനി കാഴ്ചകൾ കാണാണ്ട് മുകളിലേക്ക് കാസിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലാസൻബുർഗ് കാസിലെത്തിട്ടോ. സോ ഈ ഒരു കാണാം ജർമ്മനിയിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നായിട്ടുള്ള ഈ ഒരു പ്ലാസൻബുർഗ് കാസിൽ. ഈ കാണുന്ന കൂളമ്പാഹിലെ പ്ലാസൻബുർഗ് കൊട്ടാരം ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ് ജർമ്മനിയിലെ. ഇതിൻ്റെ ചരിത്രവും ആർക്കിടെക്ചർ സവിശേഷതകളൊക്കെ നമുക്ക് നോക്കി കാണാം. ഈ ഒരു കാസിലേക്ക് കയറുമ്പോൾ ആൾക്കാർ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഈവനിങ് വാക്കിനൊക്കെ ആയിട്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും നടക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 12ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചത്. ഈ ഒരു കൂളമ്പാഗ് നഗരത്തിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കൂളമ്പാഗ് നഗരത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഈ ഒരു കോട്ടയോടെ പണിയെടുപ്പിച്ചത്. ഇതിൻ്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. വലിയ
നല്ല വലിയൊരു എൻട്രൻസാണ്. ചെറിയ അന്നത്തെ കുളമ്പാഹ് രാജ്യത്തിൻ്റെ പ്രധാന കോട്ടയായിട്ടാണ് ഈ ഒരു കാസിൽ നിലകൊണ്ടത്. ഇന്ന് ഈ ഒരു കാസിൽ ചെറിയൊരു മ്യൂസിയം ആയിട്ടാണ് ഇവിടെ ഇപ്പം നിലകൊള്ളുന്നത്. കൂളംബാഹിൻ്റെ ഈ ഒരു പരിസര പ്രദേശത്തിൻ്റെയും അന്നത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസും ആ ഒരു ആർക്കിടെക്ചറൊക്കെ വിളിച്ചു പോകുന്നതാണ് ഈ ഒരു കൂളംബാഹിലെ ഈ ഒരു പ്ലാസൻപൂർ കാസിൽ. സോ ഈ ഒരു കാസിലിൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് ഇവിടുത്തെ അന്നത്തെ വലിയ കൊത്തുപണികളും ആ ഒരു ചുമരുമുള്ള വർക്കുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കാസിലിൻ്റെ മൊത്തം അതിൻ്റെ ഒരു പ്ലാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ജർമ്മനിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാൻഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയാണ്. പിന്നെ അതിൻ്റെ ഒന്നാമത്തെ സ്ഥലം കാണിക്കുന്നത് തൊട്ടടുത്തുള്ള നമ്മൾ നിൽക്കുന്നതിൻ്റെ അതിൻ്റെ കോട്ടയാട്. മാർഗ്രേവ്സ് അപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ ഫെഡറിച്ച് ദ ഗ്രേറ്റ്. ഈ ഒരു കോട്ടയുടെ ഈ ഒരു ആർക്കിടെക്ചർ കണ്ടത് ഇത് അന്നത്തെ കോട്ടയുടെ ആ ഒരു സ്ട്രെങ്ത് കണ്ടോ? ഇന്നത്തേക്ക് എന്ത് ആർക്കിടെക്ചറിന് ഇതിനെ വെട്ടാൻ പറ്റും. അതിൻ്റെ തിക്നെസ് കണ്ടോ? ഈ ഒരു ചുമരിൻ്റെയൊക്കെ കട്ടി. അന്നത്തെ ഒരു രാജാക്കന്മാരുടെ ആ ഒരു അന്നത്തെ ആ ഒരു ഇതാണ് റോയൽ അന്നത്തെ രാജാക്കന്മാരുടെ. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പട്ടാളക്കാർക്ക് നിന്ന് നോക്കാവുന്നതും മണിയടിക്കാവുന്ന ആ ഒരു സെറ്റപ്പൊക്കെ കണ്ടോ അതിൻ്റെ മുകളിലത്തെ. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കണ്ടാണ് ആ ഒരു ആംബിയൻസ് ആണ് ഒരു കോട്ട. ഇത് അന്നത്തെ കാലത്ത് ഡിഫൻസ് പ്രതിരോധത്തിന് വേണ്ടി നിർമ്മിച്ചൊരു കോട്ടയാണ്. ന്യൂറംബർഗിലൊക്കെ നമ്മൾ കാസിൽ കണ്ടില്ലേ, അതേപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ കൂളംബാഹിൽ ഇവിടുത്തെ രാജാക്കന്മാരുടെ ഒരു ഡിഫൻസ് കോട്ടയായിരുന്നു ഈ ഒരു പ്ലാസൻപൂർ കൊട്ടാരം. സോ അവിടുത്തെ ഈ ഒരു കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ച ആ ഒരു വഴികളോട് അവിടേക്ക് കയറാൻ പറ്റിയ ചെറിയ ഇതൊക്കെ കാണാൻ പറ്റും. കോട്ടയുടെ അകത്തേക്ക് ചെറിയൊരു വാതിലും അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അത് തുറക്കാൻ പറ്റൂല, അത് ഇതല്ലേ. അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമെങ്കിൽ നമുക്ക് കയറാം. പറ്റുമോ? മിക്കവാറും ഇല്ല. നോക്കാം. ഈ ഒരു കൊട്ടാരക്ക് ഈ കൊട്ടാരത്തിന് നൈറ്റ് ഇവിടുന്ന് ലൈറ്റ് ഫ്ലഷ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. രാത്രിയൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഈ ഒരു കൊട്ടാരം മാത്രമേ അതിൻ്റെ ചുറ്റും ഇങ്ങനെ ലൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കും. സോ ഈ ഒരു കൊട്ടാരത്തിൻ്റെ കോട്ട മതിലാണ് ഈ കാണുന്നത്. ഇത്രയും ഒരു തിക്നെസ്സിൽ വേണ്ട ഒരു 3 ആളുടെ തിക്നെസ് ഉണ്ടാവും. താഴെ ആ ഒരു കൂളംബാഹ് നഗരവും ഒക്കെ നമുക്കിവിടുന്ന് ഇതിന് മുകളിൽ നിന്നിട്ട് തന്നെ എല്ലാം ചുറ്റടുത്തുള്ള ആ ഒരു മലനിരകളും ഒക്കെ ഇവിടുന്ന് നല്ല ഭംഗിയായിട്ട് നിരീക്ഷിക്കാനായിട്ട് സാധിക്കും. വളരെ മനോഹരമായിട്ടുള്ളൊരു ആംബിയൻസ്. പണ്ടത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ടൈമിലെ ആ ഒരു വൈബാണ്, ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെ നിൽക്കുമ്പോൾ ഒക്കെ നമുക്ക് തോന്നാം. അങ്ങനെ നമ്മൾ ഈ ഒരു കോട്ടമതിലൊക്കെ ചുറ്റി അതിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. ഈ ഒരു കാസലിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തേക്ക് കയറിയപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഒരു സ്ഥലത്തേക്ക് ഒരു കോട്ടയാട്ടിലേക്ക് കയറിയത്. അവിടെ പീരങ്കി കാണാൻ പറ്റും. എൻ്റെ പൊന്നോ, ഇതോക്ക് ഷാലു, ഇതോക്കി ഷാലു, ഇതോക്ക് പണ്ട് കാലത്തെ പീരങ്കി സെറ്റപ്പാ. എൻ്റെ പൊന്നെ, ഇതുണ്ടോ അതിൻ്റെ അകത്ത്? ഇതോക്ക് പീരങ്കി സെറ്റപ്പ് നോക്ക്. അത് ഇവിടെ ഇടാൻ അല്ല സൈഡാണോ?
സിസ്റ്റർ പ്രാവ് തൂറിയതാ ഇതാണ് ഇതിന്റെ ഒരു ക്ലോക്ക് കേട്ടോ. അതെന്ത് സാധനം എന്ന് പറഞ്ഞത്? സൺഡൈല് കണ്ടോ നിങ്ങള്? റോമൻ അതെന്താ സംഭവം എന്ന് പറഞ്ഞേ? എന്താ നോക്ക്. അവിടെ നമുക്ക് റോമൻ ന്യൂമറിയൽസ് കാണാൻ പറ്റും. 1 2 3 4 5 വരെ. ഇപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ സമയം കാണും? അതായത് ഇപ്പോ സൂര്യ വെളിച്ചില്ല. ഓ സൺഡേയിലാണല്ലോ ഒരു സെറ്റപ്പ്. പണ്ടത്തെ കാലത്ത്. അതായത് ഇപ്പൊ എത്രയുണ്ട്? 12 അക്കം വരെ ഉണ്ട്. ഓ നൈസ്. അവിടെ നമുക്ക് സാധാ ക്ലോക്കും കാണാൻ പറ്റും. 4 മണി. അന്നത്തെ ഓരോ രാജ്യ കാലഘട്ടത്തിലെ ഓരോ സെറ്റപ്പുകളിലെ വെള്ളം സ്വന്തമായിട്ട് അവർക്ക് കിണറുണ്ട്. അത് നമുക്ക് കാണുന്നല്ലോ. ഇതൊക്കെ മറ്റേ ഈജിപ്തിലോ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലോ കാണുന്ന പോലെ അല്ലേ? അതിന്റെ വർക്ക് നോക്കുന്നു. ഏയ് ഇത് നല്ല റിനോവേഷൻ ചെയ്തതായിരിക്കും. ഇത് 1948 ബ്രുണ്ണെന്ന് പറഞ്ഞ കിണർന്ന ജർമ്മൻ ഭാഷയിൽ 138 മീറ്റർ താഴ്ചയുണ്ട്. എനിക്ക് തോന്നുന്നു 1448 ആദ്യമായി കിണർ കുഴിക്കുകയും അത് പുതുക്കി പണിത് 1990. നമ്മളാ കാസിലിനൊക്കെ താഴേക്ക് ഇറങ്ങി ഈ ഒരു കുളമ്പാഹിന്റെ തന്നെ 2 മെയിൻ ആയിട്ടുള്ള ലോകത്തിലെ തന്നെ ബിയർ കമ്പനികളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 2 കമ്പനികളായിട്ടുള്ള കൂളംബാഹ് ബിയറും അതേപോലെ തന്നെ മോൺഷോഫ് ബിയറിൻ്റെയും പ്രധാന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സോ ഈ ഒരു ഔട്ട്ലെറ്റ് മോൺഷോഫിൻ്റെ അല്ല, ഇത് കൂളംബാഹിൻ്റെ ആണ്. ഇത് കൂളംബാഹ് ബിയറിൻ്റെ അപ്പുറത്തുള്ളതാണ് ഈ മോൺഷോഫിൻ്റെ. സോ നമുക്ക് അവിടെ കാണാനൊക്കെ പറ്റും മോൺഷോഫ് ബിയറിൻ്റെ അവരുടെ എംബ്ലംസും പോസ്റ്ററും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇതാണ് ബവേറിയയിലെ തന്നെ ഏറ്റവും വലിയ ബിയർ കമ്പനികളിലെ ഒന്നായിട്ടുള്ള മോൺഷോഫിൻ്റെ ഔട്ട്ലെറ്റാണ് ഈ കാണുന്നത്. നമുക്ക് ഇതിലേക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ നോക്കിയിട്ട് വരാം. ഇത് കൂളംബാഹ് ബിയറിൻ്റെ ഔട്ട്ലെറ്റ്. ഉണ്ടോ കൂളംബാഹർ ബ്രവറി എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? ഇത് മോൺഷോഫ് ബിയറിന്റെ ആ ഒരു പാക്കേജിങ്ങിന്റെ ഔട്ട്ലെറ്റുകളാണ്. അവിടെ അതിന്റെ ബിയറുകൾ ഇരിക്കുന്നുണ്ടോ? മോൺഷോഫിന്റെ ബിയറുകൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിന്റെ നല്ല ബിയറിന്റെ മണം കിട്ടുന്നുണ്ട്. നടക്കുമ്പോൾ തന്നെ ബിയറിന്റെ ഒരു മണം സ്മെല്ല് കിട്ടുന്നുണ്ട്. ആ പോകുന്ന ഔട്ട്ലെറ്റാണ് മോൺഷോഫ് ബിയറിന്റെ. ഇവിടുത്തെ ലോകത്തിലെ തന്നെ ഇവിടുന്നാണ് മോൺഷോഫ് ബിയറുകളെല്ലാം പോകുന്നത്. ഇതാണ് കൂളംബാഹർ ബ്രവറിയുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ നമുക്കറിയില്ല. ജസ്റ്റ് ഈ ഒരു ഫ്രണ്ടിൽ കൂടെ നമ്മൾ റോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബിയർ കമ്പനി ആയിട്ടുള്ള കൂളംബാഹർ അല്ലെങ്കിൽ മോൺഷോഫിൻ്റെ 2 ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 2 ബ്രൂവറീസും തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് ബിയറിൻ്റെ ക്യാനുകളും അതൊക്കെ കൊണ്ടുവന്ന് കാണാൻ പറ്റും കേട്ടോ. ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെ ഈ ലോറിയിലൊക്കെ പാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കൊണ്ട് കാണാൻ പറ്റും. അതിൻ്റെ ബിയറിൻ്റെ ഓരോ കേസുകൾ ഇരിക്കുന്നതൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഇതാ മോൺഷോഫിൻ്റെ ഫുൾ ബിയറുകൾ ഇരിക്കുന്നുണ്ടോ? എൻ്റെ പൊന്നോ നോക്ക്.
ഇതിന്റെ ഉള്ളിലേക്ക് 5 മണി കഴിഞ്ഞായതുകൊണ്ട് തന്നെ പ്രവേശനം ഇല്ല, ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല നമുക്ക്. പക്ഷെ ഇതേപോലെ ഇതൊക്കെ യൂസ് ചെയ്താൽ തോന്നുന്നു. ഓപ്പൺ ക്യാൻസലാ ഇത്. ഈ ഫണ്ട് കൊടുത്തിട്ടുള്ളത് റീസൈക്കിൾ ചെയ്തെടുക്കുന്നതാ, ഫണ്ടിന് കൊണ്ടെന്താ. അതായത് നമ്മൾ യൂസ് ചെയ്ത ബിയർ കുപ്പികൾ ജർമ്മനിയിൽ തന്നെ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് 25 സെൻറ്റ് വെച്ച് ഷോപ്പുകളിൽ നിന്ന് തരും. അതൊക്കെ ഇവർ കളക്ട് ചെയ്യുന്നു, ഈ കമ്പനികൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അവർ ഇതേപോലെ വെറുതെ ഇങ്ങനെ സോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ തോന്നുന്നു. ഇതാ ഇവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഔട്ട്ലെറ്റ് നോക്ക്. അതായത് ഈ ഒരു ഔട്ട്ലെറ്റിൽ ഫുള്ള് നമുക്ക് ബിയറിൻ്റെ സൈക്കിളുകൾ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് നമുക്ക് ബിയർ ഇങ്ങനെ ക്യാനുകളിൽ ഇങ്ങനെ വരുന്ന കാണാൻ പറ്റും. ഫുൾ ബിയറുകൾ ലോഡ് ചെയ്തിട്ട്. അവിടെ ബിയറുകൾ ഫില്ല് ചെയ്യുന്നതും ക്യാൻ പോകുന്നതും മറ്റേ ബോട്ടിൽ പോകുന്നതൊക്കെ റൺ ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. ഇനി ഒരു കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇവിടെ.